കണ്ണനച്ച് കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്തൊരു ഡ്രോയിങ് ആണ്. ഈ ഡ്രോയിങ് ഉപയോഗിച്ചുള്ള ചെറിയൊരു കിച്ചണാണ്. ഏകദേശം 70 സ്ക്വയർ ഫീറ്റ് വന്നൊരു കിച്ചണാണ്. അപ്പോൾ ഓക്സിയുടെ PVC ബോർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന കിച്ചണാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വ്യത്യാസപ്പെടുത്തുന്നത് ഈ ഡ്രോയിങ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ ഡ്രോയിങ് കാണിച്ചതുപോലെ തന്നെ ഫുള്ളായിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് വന്നതുകൊണ്ടാണ് നമ്മളവിടെ പീസ് നമ്മൾ ഒഴിവാക്കിയത്. ഓവൻ ഡയറക്റ്റ് ഗ്രാനൈറ്റിൽ വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഓവൻ്റെ മുകളിലായിട്ട് നമ്മളുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഡോറാണ്. അതുപോലെ 50 സെൻറ്റിമീറ്റർ വീതിയുണ്ട് ആ ഡോറിന്. പിന്നെ ഉള്ളത് 35 സെൻറ്റിമീറ്റർ വീതി തന്നെ 2 ഡോറാണ്. അതിന് തട്ട് വന്നത് ഗ്ലാസിൻ്റെ തട്ടാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ കൊടുക്കാത്തത്. പിന്നെ ഒരു ഓപ്പൺ കള്ളിയാണ്. നമ്മൾ ഡ്രോയിങ്ങിൽ കാണിച്ചതുപോലെ തന്നെ കണ്ടോ, ഡ്രോയിങ്ങിൽ കാണിച്ചതുപോലെ തന്നെ നമ്മളവിടെ ഒരു ഓപ്പൺ കള്ളിയാണ് കൊടുത്തത്. അത് വുഡ് കളറിലാണ് വന്നത്. അത് സെയിം അളവിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ഒരു ഓപ്പൺ ബോക്സ് ഉണ്ട്. പിന്നെ നമ്മൾ 2 ഡോറും ഒരു GTPT ആണ് കൊടുത്തത് സ്റ്റോറേജ് സ്പേസ് ആയിട്ട്. നമുക്ക് ഈ ബോക്സിൻ്റെ ഹൈറ്റൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ കൊടുക്കുന്ന ഹൈറ്റ് അല്ല. സാധാരണ നമ്മൾ 60 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഡോറിന് കൊടുക്കാറ്. ഇത് നമ്മൾ 70 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ 70 സെൻറ്റിമീറ്ററിൽ നമ്മൾ GTPT നല്ല സ്പേസ് കിട്ടും. അതുകൊണ്ടാണ് 70 സെൻറ്റിമീറ്ററിന് കൊടുത്തേക്കുന്നത്. ഇത് ഫ്രിഡ്ജ് വന്ന ഏരിയയാണ്. അപ്പോൾ നമ്മൾ സാധാരണ 3/4 ഇഞ്ച് പൈപ്പ് കബോർഡിന് നല്ല സ്ട്രോങ് ആവാൻ വേണ്ടി, അതായത് ഗ്രാനൈറ്റ് ഇടുമ്പോൾ ബെൻഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ 3/4 ഇഞ്ച് പൈപ്പ് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ആ പതിവ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോയൊക്കെ നമ്മൾ മൾട്ടിവുഡ് തന്നെയാണ് ചെയ്തത്. PVC ബോർഡാണ്. ഓക്സിയുടെ നല്ല 6 ഡെൻസിറ്റിയുള്ള ഇതിനാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ എക്കോയുടെ ചാനലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. 4 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ച് അങ്ങനെയാണ് ഹൈറ്റ് നമ്മൾ ബോക്സ് പണിതേക്കുന്നത്. ഡ്രോയുടെ ബോക്സ് പണിതാണ്. ഇനി ഫിറ്റ് ചെയ്ത വിധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് 6 ഇഞ്ച് ഹൈറ്റിൽ നിന്നാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് മുകളിൽ കിട്ടും. പിന്നെ ഒരു 8 ഇഞ്ച് ഹൈറ്റ്. താഴെ നമുക്ക് 27 സെൻറ്റിമീറ്റർ പാത്രം വരാവുന്ന രീതിയിലുള്ള റൗണ്ടിലുള്ള പാത്രം വരാവുന്ന രീതിയിലുള്ള ഹൈറ്റാണ്. അതായത് 30 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് താഴെ കൊടുത്തേക്കുന്നത്. ഗ്യാസ് അടുപ്പ് വെക്കുന്നതിൻ്റെ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഗ്യാസ് കണക്ഷൻ വന്നേക്കണം. ഈ ഗ്യാസ് കണക്ഷൻ നമ്മൾ വാൽവ് സെറ്റ് ചെയ്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതായത് നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ ഒന്ന് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി ഗ്യാസ് അടുപ്പിൻ്റെ താഴെ എടുത്താണ് നമ്മൾ ഡ്രോയ് കൊടുത്തിട്ടുണ്ട്. 18 ഇഞ്ച് ഡെപ്താണ് നമ്മൾ ഡ്രോയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്രോയ്ക്ക് മാത്രം. ബാക്കിയൊക്കെ 20 ഇഞ്ച് ഡെപ്ത്ത് വരും. അപ്പോൾ സാധാ 20 ഇഞ്ച് സ്ലൈഡർ വയ്ക്കാൻ പറ്റും. അതുപോലെ മുകളിൽ 18 ഇഞ്ച് സ്ലൈഡർ ഉപയോഗിച്ചാൽ മതി. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിൻ്റെ പൈപ്പ് മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്ര ലെങ്ത്ത് കുറച്ച് കൊടുക്കുന്നത്. ഇനി ഇവിടെ കാണിക്കാൻ ഒരു പോയിൻറ്റ് കാണിക്കാനായിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് വരുന്ന ഒരു പോയിൻ്റാണത്. നമുക്ക് ഇടിവെട്ടൊക്കെ വരുമ്പോൾ ഒരെളുപ്പത്തിൽ നമ്മുടെ ഡോറിൻ്റെ ഉള്ളിലാണ് ഈ തവണത്തെ കണക്ഷൻ കൊടുത്തത്. സാധാരണ ഡ്രോയുടെ പുറയിലാണ് ആ കണക്ഷൻ വരാറ്. ഈ തവണ അത് വന്നേക്കുന്നത് നമുക്ക് കബോർഡിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്യാനും ഊരാനൊക്കെ എളുപ്പത്തിനാണ്. പിന്നെ അത് ആ ഗ്യാപ്പ് ഉണ്ടോ അതിലാണ് നമ്മൾ പൈപ്പ് വന്നത്. ഇനി ഒരു പുള്ളൗട്ട് ഉണ്ട് ഇവിടെ. അതുമാത്രമല്ല ഇവിടെയാണ് നമ്മുടെ സിങ്ക് വന്ന ഏരിയ. ചെറിയ സിങ്കാണ്, 2 അടിയുടെ സിങ്കാണ് കൊടുത്തിട്ട്. വലിയ സിങ്കല്ല, 2 ഡോറാണ് കൊടുത്തേക്കുന്നത്. സിങ്കിലേക്കുള്ള ഡോറ് കൊടുത്തിട്ട് 2 ഡോറാണ്. പിന്നെ നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ മാതിരി തന്നെ യൂസ് ചെയ്യാം. ഇതൊരു പാൻട്രി യൂണിറ്റാണ്. ഈ പാൻട്രി യൂണിറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഫുള്ളും ഡ്രോയാണ്. 5 ഡ്രോയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇതിൻ്റെ ഡെപ്ത്ത് എന്ന് പറയാൻ പാകത്തിന് നമുക്ക് 40 സെൻറ്റിമീറ്ററാണ് പുറത്തെ അളവ് തന്നെയുള്ളൂ. അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു കാര്യം മറന്നു പോയത്, നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ 3 പാളി ജനലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ബോക്സ് സെറ്റ് ചെയ്തിട്ട് വേണം ചിമ്മിനി ഫിറ്റ് ചെയ്യാനായിട്ട്. അതൊരു വർക്ക് നമുക്കിതിനകത്ത് എക്സ്ട്രാ വന്നേക്കുന്നതാണ്. സാധാരണ അവിടെ ഒരു ഭിത്തിയാണ് വരാറ്. ഇവിടെ നമുക്ക് അവിടെ 3 പാളി ജനൽ വന്നേക്കണം. നമുക്കത് അടച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ നേരെ പാൻട്രിയോട്ടിൽ വീണ്ടും വന്ന ഹൈറ്റ് നമ്മൾ 210. അതുപോലെ ആ 40 സെൻറ്റിമീറ്ററിൻ്റെ പുറകെയായിട്ട് നമ്മളൊരു ഡ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രോ എന്ന് പറയാൻ അതിൻ്റെ വലിയൊരു ഡോറാണ് നമ്മൾ ഡ്രോ പോലെ ആക്കിയെടുത്ത്. അത് സാധാ സ്ലൈഡറും പുഷ് ബട്ടണുമാണ് വെച്ചാണ് നമുക്കത് ഓപ്പൺ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. 6 ഇഞ്ച് വീതിയിലുള്ളൊരു ഡ്രോയാണ് കൊടുത്തത്. ഹൈറ്റ് 210 തന്നെ വരും. നമുക്ക് ചൂല് അതുപോലെ തുടങ്ങുന്ന കോലുകളൊക്കെ വെക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. 5 അടി ഹൈറ്റ്, താഴെ 5 അടി, മുകളിൽ 1.5 അടി ഹൈറ്റിനാണ് വെക്കുന്നത്. അതിൻ്റെ ലോഷനൊക്കെ വയ്ക്കാൻ പാത്രം. ഇതുപോലെ ഡ്രോ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ പാൻട്രി യൂണിറ്റിൻ്റെ 40 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് 20 സെൻറ്റിമീറ്റർ അളവിലാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 3 ഗ്രൂപ്പ് എന്ന പോലെ അതുപോലെയാണ് മൈക്കോട്ടിങ്ങനെ ഒരു ഗ്രൂപ്പും കൂടെ വരാൻ പാത്രമാണ് മൈക്കോട്ടിക്കണം. അപ്പോൾ നമുക്ക് ആ ഡോറ് ഉള്ളതായിട്ട് തോന്നില്ല. ഇതിൻ്റെ സെൻട്രലൈസ് ഒരു ഗ്രൂപ്പും കൂടെ വരും. അപ്പോൾ നമുക്ക് പുഷ് ബട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഹാൻഡിലിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ 65 സെൻറ്റിമീറ്റർ നമ്മൾ തള്ളി കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാനൈറ്റിൻ്റെ തള്ളു തന്നെ നമ്മൾ മൊത്തത്തിലെ ബോക്സിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാൻട്രി യൂണിറ്റിൻ്റെ പ്രത്യേകത. ഈ കിച്ചണിലാണെങ്കിൽ സാധാ കിച്ചണിൽ സ്ലാബ് ഉള്ളൊരു കിച്ചണാണ്. അപ്പോൾ നമ്മൾ ഡോറ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. കിച്ചണിൽ തന്നെ കളറ് കോഫിയുടെ ലൈറ്റ് കളറും അതുപോലെ
വുഡ് കളറുമാണ് വന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപ നമുക്ക് ഈ കിച്ചണിന് മുടക്ക് വരും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ SS-ൻ്റെ ആണ്, എപ്കോയുടെയും അതുപോലെ ഏരിയസിൻ്റെയും മോട്ടോർബ്ലോസാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.